കേരള സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണർക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. പട്ടിക പുനഃപരിശോധിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. നാമനിർദ്ദേശ അധികാരം ചാൻസലർക്ക് തന്നെയെന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MK വിനോദ് ചേരുന്നു. വിനോദ്, ഗവർണറെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞിരിക്കുന്നു ഇപ്പോഴും നിയമനാധികാരം ഗവർണറിൽ നിക്ഷിപ്തമാണ് എന്ന്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം വൈസ് ചാൻസലർ പരാമർശിച്ചിരിക്കുന്നത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ നിയമിച്ചതിനെ സംബന്ധിച്ച ഒരു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം 4 അംഗങ്ങളുടെ നിർദ്ദേശം ഗവർണർ കൊടുത്ത ആ പട്ടിക അംഗീകരിക്കാതെ പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും വന്നത്. ഇതിൽ ഗവർണറല്ലേ കുറ്റക്കാരൻ എന്നുള്ള തരത്തിൽ മാധ്യമപ്രവർത്തകർ ഇന്ന് വൈസ് ചാൻസലറോട്, പ്രത്യേകിച്ചും കേരള സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ഇക്കാര്യത്തിലുള്ള തൻ്റെ അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഗവർണർക്ക് തന്നെയാണ് ഈ സെനറ്റിലേക്ക് അംഗങ്ങളെ നിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് തന്നെയാണ്. അത് ഹൈക്കോടതി അത് ചോദ്യം ചെയ്യുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹം കൊടുത്ത 17 അംഗ പട്ടികയിൽ 4 പേരുടെ പേരുകളിൽ മാത്രമാണ് തർക്കം വന്നത്. അതുമായി ബന്ധപ്പെട്ട ചില വിദ്യാർത്ഥികൾ നൽകിയ കേസ് പരിഗണിച്ചപ്പോഴാണ് തങ്ങൾക്ക് കൂടുതൽ തങ്ങളെ പരിഗണിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് യോഗ്യത എന്നുള്ള തരത്തിൽ ആണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വാഭാവികമായും കോടതി അവരുടെ ആവശ്യം കൂടി പരിഗണിച്ച് പട്ടിക പുനഃപരിശോധിക്കാൻ ഒരാവശ്യമാണ് ഗവർണറോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഗവർണർക്ക് ഇതിന് അധികാരമില്ലെന്നോ ഗവർണറുടെ നാമനിർദ്ദേശത്തെ ചോദ്യം ചെയ്യുകയോ ഹൈക്കോടതി ചെയ്തിട്ടില്ല. അത് മാധ്യമങ്ങളുടെ മാത്രം വ്യാഖ്യാനമാണ് എന്നാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ പറഞ്ഞത്. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഗവർണർക്ക് ഈ 4 പേരെയാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി അവർ ആ സ്ഥാനത്തിന് യോഗ്യരല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പുതുതായി 4 പേരെ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം, നിർദ്ദേശിക്കാം, അല്ലേ? തീർച്ചയായും ആ 4 പേർക്ക് ഈ 4 പേർക്ക് പകരം, അല്ലെങ്കിൽ ആ 4 പേരുടെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തതിന് എതിരെയായിരുന്നു പരാതി. 17 പേരുടെ പട്ടികയിൽ 4 പേർക്കെതിരെ മാത്രമാണ് പരാതി. അതുകൊണ്ട് ആ 4 വിദ്യാർത്ഥികളായിട്ടുള്ള 4 പേരുടെ പേരുകൾ പുനഃപരിശോധിക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ പരാതിയുമായി ഹൈക്കോടതിയിൽ വന്ന വിദ്യാർത്ഥികളുടെ കൂടി ബയോഡാറ്റ പരിശോധിച്ച് ആവശ്യമെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെക്കാളും യോഗ്യരായ മറ്റുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാം. അതിനും അധികാരം ഗവർണർക്ക് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഗവർണറെ ഹൈക്കോടതി വിമർശിച്ചതായി കരുതുന്നില്ല. അധികാരം ഗവർണർക്ക് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വൈസ് ചാൻസലർ പറഞ്ഞു വെക്കുന്നു. ഈ അംഗങ്ങളെ എങ്ങനെ നോമിനേറ്റ് ചെയ്യണം എന്നൊരു നോംസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം സർവകലാശാല ചട്ടങ്ങളിൽ നാളിതുവരെയായി ഇല്ല എന്നുള്ള കാര്യവും വൈസ് ചാൻസലർ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അനിൽ നമ്പ്യാർ. നന്ദി വിനോദ്. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നിയമനത്തിൽ ഗവർണർക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. പട്ടിക പുനഃപരിശോധിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. നാമനിർദ്ദേശ അധികാരം ചാൻസലർക്ക് തന്നെയെന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കിയിരിക്കുന്നു. MK വിനോദാണ് വിവരങ്ങൾ നൽകിയത്.